ഹലോ ഗായ്സ്, നോവ പ്രൊഫഷണൽ ട്രിമ്മർ NHT 1085ൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽഡ് റിവ്യൂവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ലോക്ക് ഇൻ ലെങ്ത് സെറ്റിംഗ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഈ ട്രിമ്മർ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിലൂടെയാണ്. അന്ന് ഫ്ലിപ്കാർട്ടിൽ എനിക്ക് നല്ലൊരു ഡീൽ തന്നെയാണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ വാങ്ങിച്ചതിന് ശേഷമുള്ള പ്രൈസാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 799 രൂപയ്ക്കായിരുന്നു. വേണ്ടിയിരുന്നത് 1000 രൂപയിൽ താഴെയുള്ള ഒരു ട്രിമ്മറായിരുന്നു. അങ്ങനെയാണ് നോവയുടെ ഈ സീരീസിലുള്ള ട്രിമ്മറിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ്സും റിവ്യൂസുമാണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റേറ്റിംഗ്സും റിവ്യൂസും എല്ലാം കാണുവാൻ സാധിക്കും. 2 ലക്ഷത്തിലധികം ആളുകൾ റേറ്റിംഗും റിവ്യൂസും എഴുതിയിട്ടുള്ള ഒരു ട്രിമ്മറാണിത്. ഫ്ലിപ്കാർട്ടിലെ ഈ പേജിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണുവാനായി സാധിക്കും. കോഡ്ലെസ് ട്രിമ്മറാണിത്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ബ്ലേഡുകൾക്കായി ഉപയോഗിക്കുന്നത്. പിന്നെ ട്രിമ്മിംഗ് റേഞ്ച് നമുക്ക് 0.5 തൊട്ട് 10 mm വരെ കിട്ടുന്നുണ്ട്. മാത്രമല്ല 2 വർഷം വാറണ്ടിയും ഈ നോവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമറിന് താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ നിലവാരം അറിയണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് സാധിക്കുക അതിൻ്റെ മറ്റ് കസ്റ്റമേഴ്സ് എഴുതിയ റിവ്യൂസ് വായിച്ച് നോക്കുന്നതിലൂടെയാണ്. അതുവഴി ഈ നോവ ട്രിമ്മറിൻ്റെ റിവ്യൂസ് എല്ലാം തന്നെ ഒരുവിധം 4 out of 5 മറ്റ് കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം കോൺഫിഡൻസോടുകൂടി ഈ ട്രിമ്മർ നമുക്ക് വാങ്ങുവാൻ സാധിക്കും. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. NHT 1085 എന്ന ട്രിമ്മറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ പാക്കേജിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കട്ടിംഗ് ലെങ്ത് കോംബ്, പേറ്റൻറ്റഡ് സൂപ്പർ ലിഫ്റ്റ് ആൻഡ് കട്ട് ആക്ഷൻ, 20 ലോക്ക് ഇൻ ലെങ്ത് സെറ്റിംഗ്സ്, സ്ലൈഡ് സ്വിച്ച്, ഹൈ കപ്പാസിറ്റി ബാറ്ററി എല്ലാം ഈ ട്രിമ്മറിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സാധാരണ കിട്ടുന്ന ഒരു ചാർജിങ് കേബിൾ, ഒരു പൗച്ച്, പിന്നെ ഒരു ഓയിൽ, പിന്നെ നമ്മുടെ ട്രിമ്മർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ട്രിമ്മറിൽ ഇൻബിൽട്ടായിട്ട് തന്നെ പൊസിഷൻ കോമ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റർ തിരിക്കും തോറും ആ പൊസിഷൻ കോമ്പ് പൊങ്ങി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് താത്തും വെക്കാം. അതായത് 0.5 mm തൊട്ട് 10 mm വരെ നമുക്ക് ഈ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും ഒരു ബുക്കും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും ഈ പാക്കറ്റിൽ തന്നെ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പടങ്ങളുടെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും എല്ലാം നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ വഴി മനസ്സിലാക്കുവാൻ സാധിക്കും.
ഇത്രയും ഐറ്റംസാണ് നമ്മളുടെ ഈ ബോക്സിലുള്ളത്. ട്രിമ്മറുണ്ട്, പൊസിഷൻ കോമ്പുണ്ട്, റെഗുലേറ്ററുണ്ട്, പിന്നെ ചാർജറുണ്ട്, ക്ലീനിങ് ബ്രഷുണ്ട്, പിന്നെ ഒരു ലൂപ്പുമുണ്ട്. ഇതാണ് റെഗുലേറ്റർ, നീല ബട്ടൺ. അതിൽ നമ്മൾ കറക്കുമ്പോഴാണ് പൊസിഷൻ കോമ്പ് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നത്. മുമ്പോട്ട് കറക്കുമ്പോൾ പൊസിഷൻ്റെ ഇഞ്ച് കൂടും, താഴോട്ട് കറക്കുമ്പോൾ അത് കുറയും. ഇനി നമുക്ക് പൊസിഷൻ കോമ്പ് എങ്ങനെ നമ്മുടെ ട്രിമ്മറിൽ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അത് ഈ വിധമാണ് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലായി പൊസിഷൻ കോമ്പ് പ്ലേസ് ചെയ്ത ശേഷം താഴ്ത്തുമ്പോൾ അത് ട്രിമ്മറിൽ സെറ്റായിരിക്കുന്നു. നമ്മുടെ ഈ ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബോട്ടിൽ ഓയിലും ഇൻക്ലൂഡഡ് ആണ്. ഓരോ തവണ നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്ത ശേഷം ഈ ഓയിൽ അതിൻ്റെ ബ്ലേഡുകളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ട്രിമ്മറിന് അത് വളരെ ഗുണകരമായിരിക്കും. മാത്രമല്ല ഒരു ക്ലീനിങ് ബ്രഷും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജറും കിട്ടുന്നുണ്ട്. ഈ ചാർജർ ടൈപ്പ് സിയോ അല്ലെങ്കിൽ USB ആയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളുടെ ചാർജറുകൾ ഒന്നെങ്കിൽ ടൈപ്പ് സിയോ അല്ലെങ്കിൽ USB ആയിരിക്കാം. മാത്രമല്ല ഒരു ചെറിയ പൗച്ച് കൂടി നമുക്ക് ഈ ബോക്സിനുള്ളിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയോ മറ്റോ ആണെങ്കിൽ ഈ ട്രിമ്മറും മറ്റ് ആവശ്യ സാധനങ്ങളും ഈ പൗച്ചിനുള്ളിലിട്ട് നമ്മുടെ ബാഗിൽ വെക്കാം. അത് ഒത്തിരി സ്ഥലം നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതുവഴി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.